അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഭാര്യമാരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. കാരണം ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നെടുംതൂണാണ്. ആ നെടുംതൂണ് വിചാരിച്ചാൽ ജീവിതം നിലനിർത്താനും ജീവിതം തകിടം മറിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഈ ഭാര്യമാരിൽ പല സ്വഭാവം ഉള്ളവരുമുണ്ട്. അതിലും നമുക്കവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം അല്ലാഹു തആല അങ്ങനെയാണ് ഓരോരുത്തരെയും പടച്ചിരിക്കുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകളെ. അല്ലെ പിന്നെ ഹവ്വ ബീബി റളിയല്ലാഹു അൻഹയായ നമ്മുടെ ഉമ്മ ആ പഴത്തിനു വേണ്ടി ഭർത്താവിനോട് ആവശ്യപ്പെട്ട് അവസാനം കുരുക്കിൽപ്പെട്ട് പോവില്ലല്ലോ. അപ്പോൾ അതൊരു പാഠമാണ്. അപ്പോൾ അവരുടെ ശൈലി അത്രയേ ഉള്ളൂ. അവർക്ക് അന്നേരം കാണുന്നത് മൊഞ്ച് എന്നൊരു ശൈലിയാണ് കൂടുതലും. ഇവിടെ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും ഭർത്താവിൻ്റെയും വിജയം എന്ന് പറയുന്നത് ബുദ്ധിമതികളായ ഭാര്യകളാണ്. ഈ ബുദ്ധിമതികളായ ഭാര്യമാരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുകൂടി ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നു. ബുദ്ധി ഇല്ലാത്ത ഭാര്യയെക്കുറിച്ച് അവരുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഇത് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയം എന്നിലുണ്ടോ എന്ന് ഓരോ ഭാര്യമാരും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, ഇല്ല എങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോകട്ടെ. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഒരു ബുദ്ധിയില്ലാത്ത ഭാര്യയുടെ ഒന്നാമത്തെ ലക്ഷണം അവളുടെ ഭർത്താവിനെ ആക്ഷേപിക്കും, ഭർത്താവിനെ ഭയപ്പെടുത്തും, ഭർത്താവിനെ അടിമയാക്കും. എങ്ങനെ? ഭർത്താവിനെ ആക്ഷേപിക്കുകയും ഭർത്താവിനെ ചെറുതാക്കുകയും ഭർത്താവിനെ ഒരു അടിമയാക്കുന്ന ഒരു സ്വഭാവം ഏതെങ്കിലും ഭാര്യമാർക്കുണ്ടെങ്കിൽ അത് ബുദ്ധിയുള്ള ഭാര്യ അല്ല, ബുദ്ധിയില്ലാത്ത ഭാര്യയാണ്. എന്നിട്ട് ഈ ഭാര്യ എന്ത് ചെയ്യും? ഒരു അടിമയുടെ ഭാര്യയായി ജീവിക്കും. സ്വന്തം ഭർത്താവിനെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് അസഭ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ അടിമയാക്കും. അപ്പൊ ഈ അടിമയാകുന്ന പുരുഷന്റെ ഭാര്യയായിട്ടാണ് ആര് കഴിയുന്നത്? ഈ ഭാര്യ കഴിയുന്നത്, ഈ സ്ത്രീ കഴിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അടിമയുടെ ഭാര്യയായി കഴിയേണ്ടി വരുന്ന ബുദ്ധിയില്ലാത്ത സ്ത്രീ ആയി ഈ ഭാര്യ മാറുന്നു. അതിന് കാരണം എന്താണ്? ആ സ്വന്തം ഭർത്താവിനെ ആക്ഷേപിച്ചും ഭയപ്പെടുത്തിയും അടിമയാക്കി. അപ്പോൾ ഇത് ബുദ്ധിയില്ലാത്ത ഭാര്യയുടെ ഒരു ലക്ഷണമാണ്. ഇനി നമ്മുടെ വീഡിയോ ദൈർഘ്യമാകുന്നു, അതുകൊണ്ട് ഈ ഉദാഹരണം എല്ലാവരും ശ്രദ്ധിക്കുക, ഉണ്ടോ ഇല്ലേ. ഇനി ബുദ്ധിയുള്ള ഭാര്യ ചെയ്യുന്നത്, സ്വന്തം ഭർത്താവിനെ ഒരു രാജാവിനെ പോലെ മനസ്സിൽ കാണും. എൻ്റെ ഭർത്താവ് ഒരു രാജാവാണ്. അപ്പം രാജാവിനെ പോലെ മനസ്സിൽ കാണുകയും എവിടെയും അവനെ ചെറുതാക്കാനുള്ള അവസരം കൊടുക്കൂല. അവനക്ക് ചെറുതാകേണ്ട ഒരു ഗതികേടോ ഇളിഭ്യനാക്കുന്ന ഒരു ഗതികേടോ അവനെ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥയോ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ചങ്കൂറ്റത്തോടെ ഇടപെടുന്ന ഒരു സ്വഭാവം ബുദ്ധിയുള്ള ഭാര്യയ്ക്കുണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ ഭർത്താവിനെ തൻ്റെ രാജാവിനെ പോലെയാണ് ഒരു സ്ത്രീ കാണുന്നതെങ്കിൽ ഒരുപക്ഷെ ഭർത്താവിൽ കുറ്റം ഉണ്ടാകാം, തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഭാര്യയ്ക്ക് പറ്റൂല. അവ അത്രത്തോളം ഒരു രാജാവിൻ്റെ പദവിയിലേക്ക് തൻ്റെ പ്രാണനാഥനെ, ഭർത്താവിനെ കാണുന്ന ഭാര്യ ജീവിക്കുന്നത് എങ്ങനെയാണ്? രാജ്ഞിയായിട്ടാണ്. കാരണം രാജാവിനെ പോലെ ഭർത്താവിനെ കണ്ടാൽ ആ രാജാവിൻ്റെ ഭാര്യ ആരാണ്? രാജ്ഞിയാണ്. അപ്പോൾ
കാലിനടിയിലേക്ക് ചവിട്ടി മെതിക്കപ്പെട്ട ഭർത്താവിനെ അടിമയാക്കി ആ ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണോ, രാജാവാക്കി പ്രതിഷ്ഠപ്പെടുത്തിയ ഭർത്താവിൻ്റെ ഭാര്യയാകുന്ന രാജ്ഞിയായിട്ട് ജീവിക്കണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ പറയാൻ ഉണ്ട്. ഈ വിഷയം മാത്രം എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഓരോ ഭാര്യമാരും ഒരല്പനേരം, ഇതിന് ഒരുപാട് സമയം വേണ്ട, ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഇതിലേത് കാറ്റഗറിയിലാണ് താൻ ഉള്ളത് അല്ലെങ്കിൽ ഞാൻ ഉള്ളത് എങ്കിൽ കാറ്റഗറി ഒന്ന് മാറ്റിപ്പിടിക്കുക. ആ ഭർത്താവിനെ അടിമയാക്കാതെ രാജാവാക്കുക. രാജാവാക്കിയാൽ രാജ്ഞിയായി ജീവിക്കാം. ഭർത്താവിനെ അടിമയാക്കിയാൽ അടിമയുടെ ഭാര്യയായി ജീവിക്കാം. ഇതിലേത് വേണമെന്ന് ഓരോരുത്തരും തീരുമാനിച്ച് നിങ്ങൾ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നാഥൻ തുണയ്ക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.